പ്രവൃത്തി. പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ഊർജത്തിൻ്റെ ഭാവവൈവിധ്യങ്ങളുടെ സംഗമ വിശേഷമായ ജീവൻ എന്ന അവസ്ഥ പ്രാപഞ്ചികമായ സൂക്ഷ്മഗുണങ്ങളെ ഉൾക്കൊള്ളുന്നത് നിമിത്തം സ്വയം ചലനശേഷി എന്ന നിലയിൽ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ തക്ക ഗുണത്തോടു കൂടിയതും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ആയിത്തീരുന്നു. പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ തിരിച്ചറിയുന്നില്ലെങ്കിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടല്ലാതെ ജീവന് ജീവിക്കാൻ സാധിക്കുന്നില്ല. പ്രവർത്തനം എന്നത് ജീവന് പ്രപഞ്ചകാരണശേഷി ആർജിക്കാനുള്ള മാർഗമാണെന്ന് ജീവൻ തിരിച്ചറിയുന്നേയില്ല. വൈവിധ്യങ്ങൾ ഉള്ള ജീവജാലങ്ങൾ ഓരോന്നിൻ്റെയും അറിവും ശേഷിയും പ്രവൃത്തിയിലൂടെയല്ലാതെ മറ്റൊരു വിധത്തിലും ആർജിക്കാൻ സാധിക്കുന്നുമില്ല. നിരന്തരം പ്രവർത്തിക്കുന്നതിലൂടെ വികസിതമായിക്കൊണ്ടിരിക്കുന്ന വിശേഷതയാണ് പ്രപഞ്ചം എന്നതുകൊണ്ട് പ്രപഞ്ചാംശം തന്നെയായ ജീവൻ എന്ന അതീവ സങ്കീർണ ഊർജ വൈവിധ്യ സംഗമ വൈഭവത്തിനും പ്രപഞ്ചത്തിൻ്റെ തനതു സ്വഭാവത്തിൽ പ്രവർത്തിച്ചുകൊണ്ടല്ലാതെ ഏതു തരത്തിലുള്ള വികാസവും സാധ്യമാവുന്നില്ല. ജീവൻ അതിൻ്റെ സസ്യമായും ജന്തുവായുമുള്ള നിരവധിയായ ജീവിത ഘട്ടങ്ങളിൽ പലവിധ പ്രവൃത്തികളിലൂടെ അറിവുകളാവുന്ന സൂക്ഷ്മോർജ വൈവിധ്യങ്ങളും വ്യത്യസ്തങ്ങളായ കഴിവുകളും അതുവഴി അത്രത്തോളമായി പ്രപഞ്ചകാരണശേഷിയും ആർജിക്കുന്നു. സസ്യമായും മൃഗമായും പറവയായുമൊക്കെ ജനിച്ച് പ്രവർത്തിക്കുന്ന വൈവിധ്യങ്ങളിൽ നിന്ന് ഓരോ ജന്മത്തിലും പ്രകൃതിയിലുള്ള ഓരോതരം ശേഷിയും അറിവും സമ്പാദിക്കുന്നു എന്നു മാത്രം. താഴ്ന്നതെന്നോ മുന്തിയതെന്നോ ഒക്കെ പരിഗണിക്കാവുന്ന ഓരോ ജന്മത്തിലും ജീവിക്ക് അതിൻ്റെ ധർമ്മം പൂർത്തിയാക്കി പ്രകൃതിയിലെ ആ ധർമ്മത്തിനൊത്ത സംഭരിത ശേഷി ആർജിക്കുന്നതിന് എടുക്കേണ്ട കാലം എത്രയെന്നും പ്രവൃത്തി ഏതളവിൽ ആയിരിക്കണമെന്നും തിരിച്ചറിയുന്നതിന് പ്രാപ്തിയില്ലാതിരിക്കുന്നുവെന്ന് കാണാവുന്നതാണ്. ഭൂമിക്കും ഇതര ഗ്രഹങ്ങൾക്കും ജീവനെ തലമുറകളിലൂടെ ജനിപ്പിക്കുന്നതിനും വളർത്തുന്നതിനും ക്രമം തെറ്റാത്തതും നിരന്തരവുമായ പ്രവൃത്തിയാണ് അനിവാര്യത. ഭൂമിയുടെയും മറ്റ് ജ്യോതിർഗോളങ്ങളുടെയും ഭ്രമണം സംഭവിക്കാത്ത പക്ഷം ജീവന് ഉത്ഭവിക്കാൻ തന്നെ സാധ്യമാവുന്നില്ല താനും. ജ്യോതിർഗോളങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മശക്തിയാൽ ജനിച്ചതും സൂക്ഷ്മശക്തി തന്നെയും ഭൗമസത്തയുടെ ഗുണമാർന്ന് രൂപമായി നിൽക്കുന്നതുമായ ജീവന് വളർച്ചാ വികാസങ്ങൾക്കായും പൂർണ്ണതയുടെ പ്രാപിക്കലിനായും പ്രാപഞ്ചിക നിയമത്തിന് ഒത്തവണ്ണം ക്രമം തെറ്റാത്തതും ലക്ഷ്യബോധമുള്ളതുമായ പ്രവൃത്തിയിലൂടെ നീങ്ങേണ്ടത് അനിവാര്യതയാകുന്നു. ഗ്രഹങ്ങളുടെ ഭ്രമണം നിമിത്തം പ്രപഞ്ചശേഷിയെ സ്വായത്തമാക്കുന്നതിന് ഒഴുകുന്ന വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലുള്ള പങ്ക് മാത്രമേ പ്രവൃത്തി നിമിത്തം ജീവന് ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്ന് കാണാം. ജീവികളുടെയെല്ലാം ഒരു ജീവിതത്തിൻ്റെതായ വാസകാലം ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ മാത്രമായിരിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ സംഭരിതവും ജീവാവസ്ഥയ്ക്ക് അനിവാര്യവുമായ ഊർജം സംഭരിച്ച് പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഈ കുറഞ്ഞ കാലം കൊണ്ട് ജീവന് സാധിക്കുമെന്ന് വിചാരിക്കാൻ കഴിയുകയുമില്ല. എന്നാൽ ഓടുന്ന വാഹനത്തിൽ പറ്റിപ്പിടിച്ച് ശ്രദ്ധിച്ചിരുന്ന് യാത്രക്കാരൻ യാതൊന്നുമറിയാതെ ദൂരെയുള്ള ലക്ഷ്യത്തിൽ എത്തുന്നതുപോലെ ചുരുങ്ങിയ കാലത്തിൻ്റെതായ ജീവിതം കൊണ്ട് പ്രാപഞ്ചികമായ ചലനങ്ങൾക്കൊത്ത് സഞ്ചരിച്ച് ജീവന് ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നതിന് സാധിക്കുക തന്നെ ചെയ്യുന്നു. യാത്രക്കാരൻ പുറപ്പെടുന്നിടത്ത് നിന്ന് ഏറെ അകലെയുള്ള ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടി ചലിക്കുന്ന പേടകത്തിനുള്ളിൽ ശ്രദ്ധയോടെ ഇരുന്ന് സ്വശരീരത്തെ സംരക്ഷിച്ചുവെന്നും പൊതുനിയമം പാലിച്ചുവെന്നുമല്ലാതെ മറ്റൊന്നും തന്നെ ചെയ്തില്ല എന്ന് പറയാം. എന്നാൽ യാത്ര ചെയ്തവൻ തുടങ്ങിയിടത്ത് നിന്ന് ലക്ഷ്യം വരെയുള്ള ദൂരം മുഴുവൻ കടന്നുപോയിട്ടില്ലെന്ന് പറയാനും സാധിക്കുന്നില്ല. ഈ വിധത്തിൽ തന്നെ ജീവന്റെ അവസ്ഥയുടെ പ്രകൃതിശേഷിക്കൊത്ത പൂർത്തീകരണം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഗ്രഹങ്ങളുടെ ദ്രുതഗതിയിലുള്ള ഭ്രമണം നിമിത്തം നടപ്പാവുക തന്നെ ചെയ്യുന്നു. ഭൂമിയിൽ ജീവിക്കുമ്പോൾ
ജീവി ഒന്നും അറിയാതെ തന്നെ സൂര്യനെ ചുറ്റുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ ഭൂമിക്കൊപ്പം 365 പ്രാവശ്യം ഭ്രമണം വയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചം എന്ന അതിവിശാലതയിൽ യാതൊന്നുമറിയാതെ ഒരു ജീവൻ സഞ്ചരിച്ച ദൂരവും വർഷങ്ങളിലൂടെ അനുഭവിച്ച ഋതുഭേദങ്ങളും മറ്റ് അനുഭവങ്ങളും ആ ജീവന്റെ തന്നെ മുതൽക്കൂട്ടാവുമ്പോൾ ഒരു വർഷക്കാലം കൊണ്ട് പൂർത്തിയാവുന്ന ഭ്രമണത്തിലൂടെ മനുഷ്യനും മറ്റ് ജന്തുസസ്യങ്ങളായ ജീവനുകൾക്കും വന്നുപെടുന്ന മാറ്റം യഥാർത്ഥത്തിൽ എത്രമാത്രമാണെന്ന് ഗ്രഹിക്കുന്നതിന് തന്നെ ബുദ്ധിമുട്ടാകുന്നു. പ്രവൃത്തിയും അനുഭവങ്ങളും നിമിത്തം അവയെല്ലാമായി അതായി തന്നെ ജീവൻ പരിണമിച്ച് വരുന്നു എന്നതുകൊണ്ട് പ്രപഞ്ചവിശാലതയുടെ പല മേഖലകൾ കടന്ന് ഭൂമിയിലിരുന്ന് ജീവൻ സ്വയം അറിയാതെയാണെങ്കിൽ പോലും അനുഭവിക്കുന്നത് എന്തും ജീവനിലേക്ക് കടന്നു വന്ന് നിക്ഷിപ്തമാവുകയും ചെയ്യുന്നു. അനുഭവിക്കുന്നതെന്തും ജീവനിൽ നിക്ഷിപ്തമാവുന്നു എന്നതുകൊണ്ട് സൗരയൂഥത്തിന് പുറത്തുള്ള അനുഭവ സൂക്ഷ്മ വിശേഷങ്ങളെ ആർജിച്ച് ശൂന്യലോകത്തിൻ്റെയും ജ്യോതിർരൂപങ്ങളുടെയും നക്ഷത്ര മണ്ഡലങ്ങളുടെയും കാരണതരമായ ഗുണങ്ങളെ ഉൾക്കൊണ്ട് ജീവൻ അതായി പ്രപഞ്ചകാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വരുന്നു. അതിവേഗത്തിലുള്ളതും ഭാവനാതീതവുമായ ഈ സഞ്ചാരത്തിനിടയിൽ ജീവൻ എന്തെല്ലാം അനുഭവിക്കുന്നുവെന്നും നേടുന്നുവെന്നും തിരിച്ചറിയാനാവുമ്പോൾ മാത്രമാണ് ഭ്രമണതര പ്രവർത്തനങ്ങളിലൂടെ ജീവനെ പരിണമിപ്പിക്കുന്ന പ്രാപഞ്ചികമായ അതീവ സങ്കീർണ വിദ്യയെക്കുറിച്ച് അല്പമായെങ്കിലും ബോധ്യമുണ്ടാവാൻ മനുഷ്യർക്ക് സാധിക്കുന്നത് തന്നെ. മനുഷ്യാവസ്ഥയെ അപേക്ഷിച്ച് മനനശേഷിയിൽ വളരെ പിന്നിലായ സസ്യങ്ങളിലും ജന്തുക്കളിലുമെല്ലാം ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണം വഴി സാധ്യമാക്കുന്ന പ്രാപഞ്ചികമായ അതീവ സങ്കീർണ വിദ്യയിലൂടെ പ്രവർത്തന പൂർത്തീകരണം വളരെ എളുപ്പവുമാകുന്നു. സസ്യങ്ങളും താണനിലവാരമുള്ള ജന്തുക്കളുമായ ജീവനുകൾക്ക് സ്വയം എന്ന് വിളിക്കാവുന്ന വിധം ചിന്ത, പദ്ധതിയും നിയന്ത്രണവും ഇല്ലാതെ വരുന്ന ജീവിതാവസ്ഥയിൽ മരിക്കുന്നതുവരെ യാത്രക്കാരനെ പോലെ സ്വശരീരം സംരക്ഷിച്ച് നിക്ഷിപ്തമായ വാസനകൾ നിമിത്തമുള്ള ആവശ്യങ്ങളുടെ സാക്ഷാത്കാരം സാധ്യത പോലെ പ്രാപിക്കുക എന്ന ധർമ്മം മാത്രമേ നടപ്പാക്കുന്നതിനായി ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ താഴെത്തട്ടിലുള്ള ജീവികൾക്ക് മനുഷ്യനെപ്പോലെ ഒരേ തരം ജീവിതാവസ്ഥയിൽ ഒന്നിലധികം തവണ ജനിക്കേണ്ടതായി വരുന്നില്ലെന്ന് വിലയിരുത്താവുന്നതാണ്. ഇങ്ങനെയുള്ള ജീവികൾ മറ്റ് ജീവികളെക്കുറിച്ചോ അവയുടെ തന്നെ അവസ്ഥയെക്കുറിച്ചോ ചിന്തിച്ചറിഞ്ഞ് വൈവിധ്യങ്ങളോടെ പ്രവർത്തിച്ച് പൂർത്തീകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വൈഭവങ്ങൾ അല്ലാത്തതുകൊണ്ട് ജീവശേഷിക്ക് ഒത്ത ഒരു പ്രവർത്തനകാലമായ ജീവിതം പൂർത്തീകരിച്ച സ്ഥിതിക്ക് മരണാനന്തരം മനുഷ്യജീവൻ എന്നതുപോലെ അതേ തരത്തിലുള്ള ശരീരപ്രവർത്തനത്തിൻ്റെതായ ജന്മമെടുക്കുക അനാവശ്യവും പ്രകൃതിയുടെ ക്രമം തെറ്റാതെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധവും ആയി വരുന്നു. മുമ്പേ തന്നെയുള്ള എല്ലാം ഉൾക്കൊള്ളുന്ന നിശ്ചയം എന്നതാകുന്നതുകൊണ്ട് ക്രമം തെറ്റിയുള്ള യാതൊരുവിധ പ്രവർത്തനഗതിയും എല്ലാം ഉൾക്കൊള്ളുന്നതും എല്ലാറ്റിനും കാരണവുമായിരിക്കുന്ന പ്രകൃതിയിൽ സംഭവിക്കുന്നതിന് സാധ്യമാകുന്നില്ല. ജീവനെ ജനിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ജ്യോതിർരൂപങ്ങളെല്ലാം അതീവ കൃത്യതയോടെ പ്രവർത്തിക്കുന്നത് നിമിത്തം ആ ജ്യോതിർഗോളങ്ങളുടെയെല്ലാം നിയന്ത്രണത്തിൽ നിൽക്കുന്നതും മനനശേഷി എന്ന സ്വയം നിയന്ത്രിത സൂക്ഷ്മോർജ വിനിയോഗശേഷി ഇല്ലാത്തതുമായ ജീവരൂപങ്ങൾക്ക് ഒരു ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ശരീരം അടുത്ത ജന്മത്തിൽ ലഭ്യമാവാതിരിക്കാൻ കഴിയുന്നതേയില്ല. ക്രമമായ പരിണാമ പുരോഗതിക്ക് വിരുദ്ധമായും ലക്ഷ്യം തെറ്റിയും എന്തെങ്കിലും ഭൂമിയിൽ സംഭവിക്കുന്നതായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രകൃതിയെ നിയന്ത്രിക്കാൻ കുറെയെങ്കിലും ശേഷി പ്രാപിച്ചു നിൽക്കുന്ന ജീവനുകളുടെ പ്രവർത്തനങ്ങളാലും ആവുന്നു. പ്രവർത്തനനിരതമായ ജീവനുകളിൽ നിന്ന് വീണ്ടും ജനിക്കുന്ന ജീവരൂപങ്ങൾ വൈവിധ്യങ്ങളോടെ ഗ്രഹങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന സൂക്ഷ്മോർജ വിശേഷങ്ങളെ ജീവന്റേതാക്കുന്ന അനുഭവ പരിചയം എന്ന നിലയിൽ ഓരോ പ്രവൃത്തികളിൽ വ്യാപൃതമായിക്കൊണ്ടിരിക്കുന്നുവല്ലോ. ജ്യോതിർഗോള ഭാവങ്ങളായ വൈവിധ്യങ്ങൾ നിറയുന്ന ഊർജ നിക്ഷിപ്താവസ്ഥകളുമായി
പ്രവർത്തനം എന്ന ഗോളങ്ങളുടെ തനതു സ്വഭാവത്തിൽ തന്നെ ബന്ധപ്പെട്ട് ജീവസൂക്ഷ്മത പോലെ തന്നെയുള്ള ആ നിക്ഷിപ്ത ഗുണങ്ങളെ ജീവൻ അനുഭവവും സമ്പാദ്യവുമാക്കി മാറ്റുന്നു എന്നാണ് കാണാനാവുക. ജീവികൾ ഓരോന്നും നിരന്തരമായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണവും ഇതാണ്. ഇത്തരത്തിലുള്ള ജ്യോതിർഗോളങ്ങളിൽ നിക്ഷിപ്തമായ പ്രപഞ്ചകാരണതരമായ സൂക്ഷ്മശേഷിയെ സ്വന്തം താൽപ്പര്യപ്രകാരം വൈവിധ്യങ്ങളോടെ വിനിയോഗിക്കാൻ ജീവന്റെ മനുഷ്യാവസ്ഥയ്ക്ക് മാത്രമേ സാധ്യമാവുന്നുള്ളൂ. ജീവന്റെ മനുഷ്യാവസ്ഥയിൽ സാധ്യമാവുന്ന ശക്തമായ ഈ ഊർജവിനിമയം പ്രകൃതിയുടെ അപ്പോഴത്തെ നിക്ഷിപ്താവസ്ഥയ്ക്ക് വിരുദ്ധമാവുമ്പോൾ പ്രകൃതിയിൽ മാറ്റങ്ങൾ വരുന്നത് സ്വാഭാവികമാണ് എന്ന് കാണാവുന്നതാണ്.